നമസ്കാരം സുഹൃത്തുക്കളെ, അങ്ങനെ നട്ടാപ്പാതിരിയായിരിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ട് ഈ വീട്ടിൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള പെൺകുട്ടി, നായികയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല, നമ്മുടെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗിത്താർ വായിച്ച് സാറി ഗമ പദനിസ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മ പോലെ നിനക്ക് കിടന്നുറങ്ങൊന്നും വേണ്ടേടി, നാളെ നേരത്തെ സ്കൂളിൽ പോണ്ടല്ലേ എന്ന് ചോദിക്കാണ്. ഇത് കേട്ടതും മോളാണെന്നുണ്ടെങ്കിൽ അയ്യോ തള്ള വന്ന് എന്നാൽ ആ ഒരു ഭാവത്തോടെ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറയുകയാണ്, അമ്മേ എനിക്ക് നാളെ ഗിത്താർ കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കൊള്ളാം. സത്യമായിട്ട് കേട്ട് മനസ്സലിഞ്ഞ നമ്മുടെ അമ്മ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുണാമൃതയായി ഓക്കെ ഒരു 5 മിനിറ്റ്സ് കൂടെ എന്നിട്ട് കിടന്നുറങ്ങിയില്ല. ചരവ എടുത്ത് തലമണ്ടൊക്കെ അടിച്ച് നിന്നെ ഇവിടെ കത്തി കിടത്തി ഉടത്തി ഒരു മണ്ണിയും ജിങ്കർ മണ്ണിയും ചെറുക്ക് പൊട്ടാ സുറുക്ക് സാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ അമ്മയാണെന്നുണ്ട് എങ്ങനെയൊക്കെയോ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഇങ്ങനെ പാട്ടും കൂത്തും എല്ലാം കഴിഞ്ഞെന്ന് കരുതി അമ്മ കിടന്നുറങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേണ്ട മോള് പ്രത്യക്ഷമായിട്ട് അമ്മേ. അപ്പോഴേനും അമ്മയാണെന്നുണ്ടെ കണ്ണ് പറഞ്ഞു വെച്ചാൽ എന്താടി നിനക്ക് ഉറക്കമൊന്നും ഇല്ലടി പാതിരാത്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ മോള് പറയുകയാണ്, അമ്മ എനിക്ക് അമ്മയുടെ അവിടെ കിടന്നുറങ്ങണം, അവിടെ കിടക്കാൻ വയ്യ പേടിയാവണമെന്ന്. കഷ്ടം കേട്ടാ. അങ്ങനെയാണെന്നുണ്ടെ അമ്മയാണെന്നുണ്ടെ പറയുന്നത് ശരി പോട്ടെ, രാവിലെ നേരത്തെ എണീക്കണ്ടല്ലേ, വന്ന് കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചങ്ങ് കിടക്കുക. കേട്ടറിയാണ്ട് ഗിത്താറിന്റെ സൗണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് കണ്ണ് പറഞ്ഞ് ശബരിമല മുറുക ഇവിടെ എന്തോന്ന് നടക്കണം എന്ന് കരുതിയാണെന്നുണ്ടെങ്കിൽ മോൾ ഇവിടെ കിടക്കുന്നു. പിന്നെ എവിടെ നിന്ന് ഗിത്താറെന്ന് കരുതി ഇരുന്നപ്പോഴാണ് കിണങ്ങിണങ് SMS. അങ്ങനെയാണെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ SMS എടുത്ത് കൂട്ടിയപ്പോഴാണ് സത്യത്തിലുള്ള ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് അമ്മയ്ക്ക് മോൾ അയച്ചേക്കുന്ന മെസ്സേജ് ഒരു 5 മിനിറ്റ് ഞാൻ ലേറ്റായി ഇപ്പോൾ കിടന്നുറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഗുഡ് നൈറ്റ്. ഇത് കണ്ട് അമ്മ ഞെട്ടി. അപ്പോൾ കൂടെ കിടക്കുന്ന ആര്യ ദേ ഭൂതം. ബാക്കി കഥകൾക്കായി വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ.